അനീഷും അനുമോള് പുറത്ത് വന്നതിന് ശേഷം കല്യാണം അപ്രോച്ച് വന്നാൽ നിങ്ങൾ സമ്മതിക്കോ? അത് അവളുടെ ഇഷ്ടമല്ലേ, അവളുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്തു. കല്യാണം നോക്കുന്നില്ല, എങ്ങനെയുള്ള ചെക്കനെ അനുമോക്ക് നോക്കുന്നത്? അവളെ നല്ലതായിട്ട് നോക്കണായിരിക്കണം, ടേക്ക് കെയർ ചെയ്യുന്ന ആളായി. അച്ഛൻ എങ്ങനെയുള്ള മരുമോനെ വേണം? പ്രേക്ഷകരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനീഷും അനുമോളും ഒന്നിച്ചാൽ കൊള്ളാം. രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് തോന്നുന്നത്. നോർമലി നമുക്ക് പുറത്ത് കാണുന്ന ഒരു ഇത് വെച്ചിട്ടാണെങ്കിലും അനുവും അനീഷുമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത്രയും കുക്ക് ചെയ്തിട്ട് മോള് വിളമ്പി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. ഇപ്പം ഗെയിമാണ്, നാളെ എന്തും സംഭവിക്കാം. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ കുട്ടി ഇല്ലെന്നല്ലേ പറയുള്ളൂ. തങ്കച്ചേട്ടൻ എങ്ങനെയായിരുന്നു? ചേട്ടനുള്ള അവര് സ്കിറ്റിന് വേണ്ടിയേ, ഇവിടെ വെറുതെ തമാശക്ക് അങ്ങോട്ട് അവര് കളി പറയുന്നതൊക്കെ കേട്ടു. അനുമോൾ ഒരു കുലസ്ത്രീയാണ്, എങ്ങനെയാണോ അനുമോള്? നമ്മള് നാട്ടിൻ പുറത്ത് ജീവിച്ച് വളർന്നത് വന്നതിന്റെ ഒരു ഇത് അവർക്ക് ആ ഒരു ചെറിയ രീതിയിലുണ്ട്. അല്ലാതെ അവള് എല്ലാ കാര്യത്തിലും ഓക്കെ ആണ്. കഴിഞ്ഞ എല്ലാ വീക്കിലും ലാലേട്ടൻ വരുമ്പോ ടാർഗറ്റ് അനുമോളാ. എപ്പോഴും വഴക്ക് പറയുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന അനുമോളോടാ. സങ്കടം തോന്നും, വിഷമം തോന്നും. ഇനിയിപ്പോ ഈ എപ്പിസോഡ് വരുമ്പോ എന്ത് പറയണോ ടെൻഷനാ നമുക്ക്. ഞായറാഴ്ച ശനി ഞായറാകുമ്പോ ടെൻഷനാ. PR വർക്ക് നടക്കുന്നു. അല്ല, അവള് തന്നെ അതിൽ പറയുന്നുണ്ട്, ഈ 16 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന്റെ സർജറി ഒക്കെ ചെയ്തിട്ട് അവള് നിൽക്കുമായിരുന്നു എന്നുള്ള കാര്യം. അവള് കാശിന് വേണ്ടിയാണ് അതിനകത്ത് പോയത്. നമ്മൾ ഈ 16 ലക്ഷം കൊടുത്തിട്ട് അതിനകത്ത് കയറിയിട്ട് ഇത്ര ദിവസം നിൽക്കേണ്ട ആവശ്യമില്ല. അവൾ ഇവിടെ നിന്നാലും അവർക്ക് അത്യാവശ്യം വർക്ക് ഉള്ളതാണ്. അപ്പൊ ഈ 16 ലക്ഷം കഥ എങ്ങനെ വന്നെന്നുള്ളത് അവള് വന്നിട്ട് അവളോട് ചോദിക്കുക. ഇത് ആരോട് എന്ത് പറഞ്ഞ്, അങ്ങോട്ട് ആര് പറഞ്ഞതാണ്, ഇത് എവിടെ നിന്ന് വന്നതാണ്, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവള് വന്നിട്ട് നമുക്ക് ചോദിക്കാൻ. എല്ലാവർക്കും PR ഉണ്ട്, അനുവിനും ഉണ്ട്. നമ്മൾ പറഞ്ഞ ഈ എമൗണ്ടിന് നമ്മൾ എന്തായാലും ഇങ്ങനെ കൊടുത്തിട്ടില്ല. എനിക്കറിയില്ല ഈ 16 ലക്ഷം കൊടുത്ത വോട്ട് കിട്ടുമെന്നുള്ളത്. ആ ഒരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചു എല്ലാവരും. അതാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അനുമോള് കരയുന്ന കാണുമ്പോ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണോ? ഈ വഴക്കിന് വഴക്കുണ്ട്, കരച്ചിലിന് കരച്ചിലുണ്ട്, ദേഷ്യപ്പെടുമ്പോ ദേഷ്യം എല്ലാം കാണിക്കുന്നുണ്ട്. ഈ പലരും പുറത്ത് പറയുന്നുണ്ട്, ചേച്ചി പോയില്ല, ചേച്ചിക്ക് പകരം കൂട്ടുകാരിയാ പോയത്. ചേച്ചി എന്താ? ഞാനും ഇവരെ പോലെ അവളെ പോലെയാ, പെട്ടെന്ന് അങ്ങ് കരയും. അതിപ്പോ ഫാമിലി മൊത്തം കരച്ചില്ലെന്നുള്ളൊരു കരഞ്ഞു മെഴുകിന്നുള്ള വാക്ക് വേണ്ട, അങ്ങനെ പുറത്തിനി ആവണ്ടെന്ന് എഴുതിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ചേച്ചിയെ വിട്ടു. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മെയിൻ സ്ട്രീം വണ്ണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത്, ഞാൻ ഇവിടെ ഉള്ളത് നമ്മളുടെ അനുമോളുടെ ഫാമിലിയുടെ കൂടെയാണ്. അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും കൂട്ടുകാരിക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വന്നപ്പോ കണ്ടതാണ്, ഫുൾ ടൈം ലൈവ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അനുമോളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ വീടിനുള്ളില്? നന്നായിട്ട് കളിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ പറയാനുള്ള? അനുമോൾ എങ്ങനെ ടിവിയിൽ കണ്ടോണ്ടിരിക്കുമ്പോ ഫുൾ ടൈം കണ്ടോണ്ടിരിക്കല്ലേ? എന്താ തോന്നുന്നത് അനുവിനെക്കാട്ടിയും കൂടുതൽ കരച്ചിൽ അമ്മയായിരിക്കും. അനു കരയുമ്പോ അമ്മ വീട്ടിൽ നിന്ന് കരയാറുണ്ടോ? കരയാറുണ്ട്, ഞാനും കരയാറുണ്ട്, അച്ഛനും കരയാറുണ്ട്. ഈ ശരിക്കും വീട്ടിലുള്ളത് പോലെ തന്നെ ആണോ അനുമോള് ബിഗ് ബോസ് സെയിം ക്യാരക്ടർ? അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കരച്ചിൽ വരുമോ? അനുമോള് കരയുന്ന കാണുമ്പോ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണോ? ആദ്യം ഭയങ്കര ഇടയ്ക്ക് ആദ്യമൊക്കെ ഒരു BP കൂടിയിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ സമയത്ത്. പിന്നീട് ഓക്കെ ആയി. അവിടെ പോയിട്ട് വന്നതിന് ശേഷം കണ്ടിട്ടതിന് ശേഷം ഓക്കെ ആയി. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ആദ്യം നല്ല അവിടെ പിടിച്ചു നിൽക്കുന്നവർക്ക് തന്നെ അതൊരു ഇതാണ്, നല്ല കഴിവുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റൂ. എന്താ അച്ഛൻ പോവാത്തെ? ഫാമിലി പോവാത്തത്? ഈ പലരും പുറത്ത് പറയുന്നുണ്ട്, ചേച്ചി പോയില്ല, ചേച്ചിക്ക് പകരം കൂട്ടുകാരിയാ പോയത്. ചേച്ചി എന്താ? അവളെ പോലെയാ, പെട്ടെന്ന് അങ്ങ് കരയും. അതിപ്പോ ഫാമിലി മൊത്തം കരച്ചില്ലെന്നുള്ളത്. കരഞ്ഞു മെഴുകിന്നുള്ള വാക്ക് വേണ്ട, അങ്ങനെ പുറത്തിനി ആവണ്ടെന്ന് എഴുതിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ചേച്ചിയെ വിട്ടു. ചേച്ചിയാണ് അവളെ എന്നെക്കാട്ടും മനസ്സിലാക്കുന്നത് നല്ല ബെസ്റ്റ്. പലരും പുറത്തുനിന്ന് പറയുന്നത് അനുമോളുടെ ചേച്ചി നമ്മൾ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. മോനുണ്ട്, പിന്നെ ഇവിടെ വേറെ ഞാൻ മാത്രമേ ഉള്ളൂ. ചേച്ചിയാണ് ആദ്യം അവള് എൻട്രി സമയത്ത് ഗെയിം കളിക്കാനൊക്കെ കൂടെ പോയത് ചേച്ചിയാണ്. പുറത്തിറങ്ങിയപ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും മറ്റുള്ളവരെ കുറിച്ചായാലും അനുവിനെ കുറിച്ചായാലും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കുഴപ്പമില്ല. നമ്മള് വന്നിറങ്ങിയപ്പോ കുറെ മീഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ ആൻസർ ചെയ്ത് ഞങ്ങള്. ഈ പുറത്തുനിന്ന് കാണുന്ന പോലെയാണോ അകത്ത്? ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കാണാൻ നല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ പറയുന്നുണ്ടായിരുന്നു പോയി കഴിയുമ്പോ എങ്ങനെയായിരിക്കും, കാരണം നമ്മൾ ഇതിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് അല്ലേ. അതൊക്കെ നല്ലായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാരും ഞങ്ങളോട് ഭയങ്കര നമ്മുടെ ഓൺ ഫാമിലിയെ കണക്കാണ് അവർ ഞങ്ങളോട് വന്ന് സംസാരിച്ചതും എല്ലാരും. അതിനുള്ളിൽ സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പോയപ്പോ എന്തെങ്കിലും അങ്ങനെ തോന്നിയോ? ഇല്ല,
കാരണം നമ്മളെ ഫാമിലിയൊക്കെ വരുന്നോണ്ട് തന്നെ ആരും അങ്ങനെ മാറി നിൽക്കുകയോ ഒന്നും അല്ലായിരുന്നു. എല്ലാവരും ഈച്ച് ആൻഡ് എവറി ആൾക്കാർ നമ്മളോട് വന്ന് പേഴ്സണലി സംസാരിച്ച് എല്ലാം അനു ഇങ്ങനെയാണോ, അനു നല്ലോണം കുക്ക് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. കാരണം അവർക്ക് സംശയമാണ് എല്ലാവർക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ എല്ലാരും ഒരാളെ വിടാതെ എല്ലാരും ഞങ്ങളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അന്ന് ഞങ്ങൾ പോകുമ്പോ ആര്യന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. പൊതുവെ നമുക്കറിയാം അനുമോള് സ്ഥിരം കരയുന്ന ആളാണ്, പെട്ടെന്ന് കാര്യങ്ങൾക്ക് കരയുന്ന ആളാണ് വീട്ടില്. പക്ഷെ അതിനുള്ളിൽ എപ്പോഴും കരയുന്ന കാണുമ്പോൾ പുറത്തുള്ളവർ പറയുന്നത് അത് അവളുടെ സ്ട്രാറ്റജി ആണ്, ഓഡിയൻസിന്റെ സിമ്പതി കിട്ടാനായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതിന് എന്താ പറയാനുള്ളത്? ഇല്ല, ഒരിക്കലും ഇല്ല. അവളെ മനസ്സിലാകുന്നവർക്ക് കറക്റ്റ് അറിയാം അവൾ എന്താണ്, അവളെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതായാലും അവളെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിലുള്ളവർക്കും കറക്റ്റ് അറിയാം. പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ, മറ്റുള്ള കാണുന്നവർക്ക് അറിയില്ലല്ലോ. ഉള്ളിലുള്ളവർക്ക് ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ട് എങ്ങനെയാണ്. പഴയ പ്രോഗ്രാംസിലും എല്ലാരും പറയല്ലോ അവള് കരയുമായിരുന്നു, സ്റ്റാർ മാജിക്കിലും കരയുമായിരുന്നു എന്ന് പറയുന്നത്. അത് പണ്ടേ അങ്ങനെയാണ്. സന്തോഷം വന്നാലും കരയും, അച്ഛനും അങ്ങനെയാണോ? എല്ലാവരും. അപ്പം നിങ്ങൾ അറിഞ്ഞുകൂടാത്തോണ്ട് പുറത്തുള്ളവർ ഇങ്ങനെ പറഞ്ഞോണ്ട്. അതെ, ഈ എല്ലാരും പറയുന്നു നമ്മളിപ്പോ കാണുമ്പോ അനുമോളെ ഭയങ്കര ഒറ്റപ്പെടുത്തിയതുപോലെ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ആദ്യമൊക്കെ നല്ല പോലെ ഒറ്റപ്പെടുത്തിയ ഫീലിംഗ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാറി വന്നു. ഗെയിം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം വരുന്നത്. അതെല്ലാം പിന്നെ പുറത്തിറങ്ങി അവരൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും. അത് ഉറപ്പല്ലേ, അതങ്ങനെ ആയിരിക്കും. ഈ അനുമോൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോ അമ്മയ്ക്ക് ഇങ്ങനെ വിഷമം വരാറുണ്ട്. നമ്മള് വിഷമം വരും, എന്നാലും നമ്മൾ ഗെയിം അല്ലേ, അത് നമ്മള് വിഷമിച്ചിട്ട് കാര്യമല്ലല്ലോ. പക്ഷെ അകത്തിരിക്കുന്ന അവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂല. പുറത്ത് നമുക്കറിയാം ഗെയിമാണെന്ന്. ഉള്ളിലുള്ളവർക്ക് ഒറ്റപ്പെടുമ്പോ ഒരു ഒറ്റയ്ക്കല്ലേ അതിനകത്ത്. നമുക്കിപ്പം എന്തെങ്കിലും സംസാരിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുണ്ടല്ലോ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു ബിഗ് ബോസിലേക്ക് അവസരം കിട്ടുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? പോകണോ, അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. നമുക്ക് അറിയാലോ നമ്മളെല്ലാ സൈഡും അവിടെ കാണിക്കണമല്ലോ. അപ്പൊ അറിയാം ഒരുപാട് ഇതൊക്കെ കരച്ചിലാണല്ലോ പൊതുവെ മെയിൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ് കൂടുതലായിട്ട് നീ പോകണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇത്രയും സർവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ ഞങ്ങളുടെ പറഞ്ഞു 10 ദിവസം എങ്കിൽ 10 ദിവസം എന്നാണ് ആദ്യം പറഞ്ഞത്, പോയിട്ട് വരാന്ന് പറഞ്ഞു. നമുക്കൊരു അത്ഭുതമായിരുന്നു, പ്രത്യേകിച്ച് സ്റ്റാർ മാജിക്കിൽ കാണുന്ന അനുമോൾ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ കരയുന്ന ഒരാളായിരുന്നു. അപ്പൊ അനുമോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി എല്ലാരും കൂടി എന്തെങ്കിലും പറഞ്ഞാൽ കരയുവോ, ഇനി എങ്ങനെ നിൽക്കും എന്നുള്ള ടെൻഷനായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ലാസ്റ്റ് 1 വീക്ക് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ കപ്പടിക്കും തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും 100% ഉറപ്പാണ്. ഇതേ എല്ലാരും പറയുന്നത്. നോർമലി നമുക്ക് പുറത്ത് കാണുന്ന ഒരു ഇത് വെച്ചിട്ടാണെങ്കിലും അനുവും അനീഷുമാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്നത്. അതിപ്പോ ഗെയിമാണ്, നാളെ എങ്ങനെ സംഭവിക്കാം. ബട്ട് സ്റ്റിൽ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് അനുമോൾ അല്ലെങ്കിൽ അനീഷ് എന്നാണ്. അപ്പൊ ഒബ്വിയസ്ലി അത് ഉറപ്പായിട്ട് അങ്ങനെയാണല്ലോ. അനുമോള് നമ്മളുടെ കുട്ടി എന്ന് മാറ്റി വെച്ചാൽ അതിനകത്തുള്ള ഒരു ബെസ്റ്റ് പ്ലെയർ ആരായിരിക്കും? ബിക്കോസ് അനു അത് നമ്മുടെ കുട്ടിയല്ലേ, അന്ന് മാറ്റി വെച്ചാല് ബെസ്റ്റ് പ്ലെയർ അനീഷ് അല്ലേ? നെവിനും അനീഷും ആണ്. നല്ല ഈ ടോപ്പ് 5 വരും എന്ന് തോന്നുന്ന ഒരു 5 കണ്ടസ്റ്റന്റ് അച്ഛൻ പറയാമോ? 5 അനീഷ്, ഷാനവാസ്, ഫസ്റ്റ് അച്ഛന്റെ കൂടെ ബാക്കി പറയല്ലേ? അച്ഛൻ പറഞ്ഞു ഷാനവാസ്, നെവിൻ, അനു, അവന്റെ മോള് ഓൾറെഡി ടോപ്പ് 5 അക്ബർ, നൂറ. പാറയില്ലേ? 5. ഓക്കെ. അമ്മയ്ക്ക് തോന്നുന്നതോ? എനിക്കും അതാണ്. ഇത് തന്നെയാണ്. നമ്മളെ ജസ്റ്റ് ഇവിടെ ഉണ്ട് പറയല്ലേ, പറഞ്ഞോണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ ആണ്. ഈ മറ്റേ പണപ്പെട്ടി എടുത്ത് പുറത്ത് വരും എന്ന് തോന്നുന്നത് ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ അതിന്റെ ഇതില്ലല്ലോ, ഗെയിം മാറ്റിയില്ലേ, അതിലേക്ക് ആയിരിക്കും താല്പര്യം. അങ്ങനെ ഒരു പ്ലാനിങ് അതിനകത്ത് രണ്ടുപേരല്ലേ സിംഗിൾ ആയിട്ട്. മോക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എമൗണ്ട് എടുക്കുമായിരുന്നു. നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ അനുമോള്? ഈ വഴക്കിന് വഴക്കുണ്ട്, കരച്ചിലിന് കരച്ചിലുണ്ട്, ദേഷ്യപ്പെടുമ്പോ ദേഷ്യം എല്ലാം കാണിക്കുന്നുണ്ട്, എല്ലാ വികാരവും ഉണ്ടാവും. മെയിൻ ആയിട്ട് അനുമോള് വഴക്കുണ്ടാക്കുന്ന ഒറ്റ കാര്യം, എപ്പോഴും അവിടെ അടി ഉണ്ടാകുന്നത് ഫുഡിന്റെ പേരില്ല. കിച്ചണില് സാധാരണ വീട്ടില് കിച്ചണിൽ കയറുന്ന ആളാണ്. 100% ഉറപ്പിച്ചു പറയില്ല. എന്തെങ്കിലും ഞാനും അമ്മയും ഉണ്ടാക്കി വെക്കും, കഴിക്കും, ഉറങ്ങും, എണീക്കും, പോകും. ഷൂട്ടിന് രാവിലെ പോകും, എല്ലാ ദിവസവും പോവല്ലേ. ഒരു വല്ലപ്പോഴും ഒരു വീട്ടിൽ നിൽക്കുന്നത്. ആ നിൽക്കുന്ന ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ ഡേയിൽ എന്തെങ്കിലും യൂട്യൂബ് നോക്കി എന്തെങ്കിലും ഉണ്ടാക്കുന്നേ ഉള്ളൂ. പിന്നെ മോൻ എന്തെങ്കിലും മാഗി ഉണ്ടാക്കി കൊടുക്കും, ഞാൻ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ മുട്ടച്ചോറോ എന്തെങ്കിലും ഉണ്ടാക്കി. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു ഐഡിയ കാണാം. നമ്മളെ കുഞ്ഞിന്റെ മുതലേ അമ്മയും അച്ഛനൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കണ്ടൊരു ഐഡിയ ഒക്കെ ഉണ്ട്.
ഇപ്പൊ ഈ ഇതിനകത്ത് പോയതിനു ശേഷം ഫുൾ ടൈം കുക്കിംഗ് എപ്പോഴും അതാണ് ഇൻട്രസ്റ്റിംഗ്. അത് കണ്ടപ്പോ എന്താ തോന്നിയത്? കിച്ചൺ സ്പേസ് എല്ലാവർക്കും ഫുഡ് എങ്ങനെ പഠിച്ച് 23 പേർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നത്? അതെ കറക്റ്റ് എനിക്ക് പോലും അറിയില്ല കേട്ടോ, ഇത്രയും പേർക്ക് കറക്റ്റ് എടുത്ത് ചോറ് വാർക്കുന്നു പഠിച്ചെടുത്തതാ. അറിയത്തില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത്രയും പേർക്ക് കുക്ക് ചെയ്തിട്ട് മോള് വിളമ്പി കൊടുക്കുമ്പോ ഒരു സന്തോഷം അവർക്ക്. അതെ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, വിളമ്പി കൊടുക്കാനും എല്ലാം മേക്കപ്പ് ഇടാനൊക്കെ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി ഒരു കുടുംബിനിയായി കല്യാണം കഴിച്ചു വിട്ടാല് വീട്ടിൽ ഇനി പേടിക്കുന്നത് അങ്ങനെ ഒരു സമാധാനം ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുന്നോണ്ട് സത്യം ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണം എങ്ങനെയാ എന്നൊക്കെ വിചാരിച്ചു. എപ്പോഴും ഹറിബറിയായിട്ട് പോവേലേ കൊച്ചി, ഒന്നും അറിയില്ല, ഒരു ലൈഫ് കൊണ്ടുപോകാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. ഈ വയസ്സായിട്ടും സ്വന്തമായിട്ട് തുണി അലക്കുന്നു, സുന്ദരി ഡ്രസ്സ് നനയ്ക്കുന്നു, അവിടെ കിച്ചണിലെ എല്ലാം നന്നായിട്ട് ഇപ്പൊ അവിടെ പോയി എന്തായാലും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇവിടത്തേക്കാളും പോയതിനു ശേഷം നന്നായിട്ടൊന്ന് മെലിഞ്ഞു, ഫുഡ് കഴിക്കുന്നു നല്ലോണം. ഇത് നേരത്തെ കണ്ടതല്ലേ, നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല, നേരിട്ടപ്പോ നല്ല സ്ക്രീനിൽ കാണുന്നതല്ല. 5-6 kg ഉറപ്പായിട്ടും മേലെ കുറഞ്ഞാണ്. ഈ അനുമോള് ഫസ്റ്റ് കേറി അന്ന് മുതൽ ജിസയിലും ആയിട്ടായിരുന്നു ഫുള്ള് തർക്കങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എന്താ തോന്നിയത്? എല്ലാരും പറയുന്നു ജിസയിലിന്റെ അടുത്ത് അസൂയയും മലോഷനും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഇവക്കും മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹം കാണൂലേ, കാരണം ഒരു ഈ ഫീൽഡിൽ നിന്ന് പോയ ആളല്ലേ. അപ്പൊ എന്തായാലും അവൾ ഒരാളെ യൂസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എന്തായാലും ഒരു ആഗ്രഹം കാണും, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നമായി. ഇപ്പൊ പിന്നീട് അവർ കൂട്ടായിട്ടൊക്കെ അല്ലേ ഇപ്പൊ. ഈ ജിസയിൽ ഔട്ടായപ്പോ പോയി കാണുക എന്തെങ്കിലുമൊക്കെ ചെയ്തില്ല? അങ്ങനെ ഇറങ്ങിയതിനു ശേഷം ആരെങ്കിലും മീറ്റ് ചെയ്തോ നിങ്ങള്? മീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പുറത്തുള്ള എല്ലാരും വന്നിട്ട് അവളായിട്ട് കണക്ട് ആവട്ടെ. കൊച്ചു പാവാണ്, ഇന്നലെയും മോൾക്ക് നല്ല അഭിപ്രായമാണ്. പുറത്തിറങ്ങിയിട്ട് നല്ലതായിട്ട് നല്ലതാ. ഈ PR-ന്റെ പ്രശ്നം മാത്രമേ എല്ലാവരും ഇങ്ങനെ പറയുന്നുള്ളൂ, വേറെ ഒരു അനുവിനെ പറ്റി ആരും. ഓക്കെ, അതുപോലെ അനുവിന് പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല. കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയും PR വർക്ക് നടക്കുന്നു. അനുമോള് അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 16 ലക്ഷം രൂപ കൊടുത്തിട്ട് PR ചെയ്തിട്ടാണ് വോട്ട് നേടുന്നത് എന്നുള്ള കാര്യം. ശരിക്കും എന്താ ചേച്ചി PR ഇതിന്റെ കാര്യങ്ങള്? അല്ല, അവള് തന്നെ അതിൽ പറയുന്നുണ്ട്, ഈ 16 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന്റെ സർജറി ഒക്കെ ചെയ്തിട്ട് അവള് നിൽക്കുമായിരുന്നു. അവള് കാശിന് വേണ്ടിയാണ് അതിനകത്ത് പോയത്, ഫെയിമിന് വേണ്ടിയല്ല. ഉറപ്പിച്ച് പറയാൻ 100%. ഓൾറെഡി ഫെയിം ഉണ്ട്. പിന്നെ ഇതിന് പോയിട്ട് നെഗറ്റീവ് ഇത്രയും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഈ 16 ലക്ഷം കൊടുത്തിട്ട് അതിനകത്ത് കയറിയിട്ട് ഇത്ര ദിവസം നിൽക്കേണ്ട ആവശ്യമില്ല. അവൾ ഇവിടെ നിന്നാലും അവർക്ക് അത്യാവശ്യം വർക്ക് ഉള്ളതാണ്. അപ്പൊ ഈ 16 ലക്ഷം കഥ എങ്ങനെ വന്നെന്നുള്ളത് അവള് വന്നിട്ട് അവളുടെ ചോദിക്കും, ഇത് ആരോട് എന്ത് പറഞ്ഞ്, അങ്ങോട്ട് ആര് പറഞ്ഞതാണ്, ഇത് എവിടെ നിന്ന് വന്നതാണ്, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവള് വന്നിട്ട് നമുക്ക് ചോദിക്കാനേ പറ്റൂ. നിങ്ങൾ ലൈവിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പറയുന്നതാണ് നമ്മൾ കേട്ടത്. അതെ എന്താണ് സത്യാവസ്ഥ എന്ന് അവള് വന്നാലേ നമുക്കറിയാം. ഇപ്പം പലരും പുറത്തുള്ള പലരും, അതായത് അതിൽ നിന്ന് ഇറങ്ങിയവരും പിന്നെ എക്സ് കണ്ടസ്റ്റൻസും ഒക്കെ പറയുന്നുണ്ട് PR വർക്ക് നടക്കുന്നുണ്ട്, എല്ലാവർക്കും PR ഉണ്ടെന്ന്. എല്ലാവർക്കും PR ഉണ്ട്. നമ്മൾ പറയുന്നത് ഈ എമൗണ്ടിന് നമ്മൾ എന്തായാലും ഇങ്ങനെ ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം ഇല്ല അവർക്ക്. ഓൾറെഡി അവൾക്ക് ഇത്രയും ഫാൻസും എല്ലാം ഉണ്ട്. അവളെ പേജ് അറിയാലോ, 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള പേജാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേജ് ഉള്ള ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അറിയില്ല ഇത് ചെയ്യാൻ, കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ നോക്കാനേ പറ്റത്തുള്ളൂ. ഒരാളെ ഏൽപ്പിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം വീഡിയോസ് ഇടണം. ഞാൻ വർക്കിംഗ് ആണ്, ചേച്ചിയും വർക്കിംഗ് ആണ്, പറ്റില്ല എന്തായാലും. കറക്റ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ എമൗണ്ട് കൊടുത്ത് ഏൽപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ അതിനകത്ത് പോവേണ്ട ആവശ്യമില്ല. 100% പറയാം, ഈ എമൗണ്ട് എങ്ങനെ വന്നെന്നുള്ളത് അവൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് അറിയണം. അമ്മയ്ക്ക് ഇത് കേട്ടപ്പോ എന്താ തോന്നി? അമ്മയ്ക്ക് വോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ അച്ഛനൊക്കെ പോയി പിന്നെ എന്തിനാ വോട്ട്? എനിക്കറിയില്ല 16 ലക്ഷം കൊടുത്ത വോട്ട് കിട്ടുമെന്നുള്ളത്. ആ ഒരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചു എല്ലാവരും. അതാണ് അവർക്ക് വേണ്ടി. വിന്നറായി വന്ന ആ പൈസ കൊണ്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ PR-ന്റെ പേരിലാണ് പല നെഗറ്റീവ്സും ഭയങ്കരമായിട്ട് വന്നത്. ഈ നെഗറ്റീവ് കാണുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമന്റൊക്കെ വായിക്കുമ്പോൾ വളരെ വിഷമോ, സത്യം ഭയങ്കര വിഷമോ, സങ്കടമോ. പിന്നെ അവര് സോഷ്യൽ മീഡിയ അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവേ ഉള്ളൂ ഇവർക്ക്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വരെ നമ്മൾ കണ്ടോണ്ടിരിക്കും. അമ്മേനെ വിളിക്കും, വിഷമിക്കും. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ കുറച്ച് ദിവസം ഇല്ലേ, അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ കുറച്ച് നാള് കാണും, പിന്നെ ഓക്കെ ആവും. ഈ അതിനകത്ത് കേറിയതിന് ശേഷം ഇത്രയും നെഗറ്റീവ് വരും എന്ന് വിചാരിച്ചിരുന്നോ? നിൽക്കുന്നത് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വരേണ്ടതല്ല. ഇത് പുറത്ത് ഈ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചത് PR-ന്റെ കാര്യത്തിലാണ്.
സത്യം. അത് ബെന്നി പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇങ്ങനെ PR-നെ പറ്റിയുള്ളത്. പുറത്തല്ല, അകത്ത് വെച്ചേ പറഞ്ഞു. അകത്ത് അത് വെച്ച് വെച്ചേ പറഞ്ഞു. അകത്ത് വെച്ച് ഈ അനുമോൾക്ക് നെഗറ്റീവ് വരാനായിട്ട് ഓപ്പോസിറ്റുള്ള കണ്ടസ്റ്റന്റിന്റെ PR-മാര് പണിയെടുക്കുന്നു അത് അത്യാവശ്യം അവരാണ് പൈസ ഇറക്കി ഡിഗ്രേഡിങ് എല്ലാം ചെയ്യുന്നത്. വെറുതെ ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത്രയും ഡിഗ്രേഡിങ് കമന്റും മെസ്സേജും ഒക്കെ ചെയ്യുന്നെങ്കിൽ വെറുതെ ആരെങ്കിലും ചെയ്യോ? ഈ ഒരു ജോലി ഇല്ലാതിരുന്നിരിക്കുന്നത് ചെയ്യോ? ഇല്ല, അവരെ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാ. മാത്രമല്ല നമുക്കൊക്കെ പേഴ്സണലി മെസ്സേജ് വരുന്നുണ്ട്. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സണലി കുറെ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പൊ കുറെ നമ്മൾ ഒരിക്കൽ പ്രതികരിച്ചതിന് ശേഷം എത്തി കുറവുണ്ട്. അന്ന് ഇറങ്ങിയപ്പോ അമ്മയൊക്കെ മീഡിയാസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് അതിനുശേഷം കുറച്ച് നെഗറ്റിവിറ്റി കുറവാണ്. ആര്യ ചേച്ചിക്കാണ് കൂടുതൽ വരുന്നത്. ഈ നമ്മളുടെ ഈ ലാസ്റ്റ് വീക്ക് ഒഴിച്ചാല് കഴിഞ്ഞ എല്ലാ വീക്കിലും ലാലേട്ടൻ വരുമ്പോ ടാർഗറ്റ് അനുമോളാ, എപ്പോഴും വഴക്ക് പറയുന്നില്ല ദേഷ്യപ്പെടുന്ന അനുമോളോട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് പുറത്ത് ഭയങ്കര ഒരു ചർച്ച നടക്കുന്നുണ്ട്. എന്തിനാ അനുമോളെ മാത്രം എപ്പോഴും ഇങ്ങനെ പറയുന്നേന്ന് ചോദിച്ചിട്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സങ്കടം തോന്നും, വിഷമം വിഷമമുണ്ട്. ഇനിയിപ്പോ ഈ എപ്പിസോഡ് വരുമ്പോ എന്ത് പറയണം, ടെൻഷനാ. നമുക്ക് ഞായറാഴ്ച ശനി ഞായറാകുമ്പോ ടെൻഷനാണ്. അത് കാര്യമുള്ള കാര്യത്തിലാണോ വഴക്ക് അവൾക്ക് പറയുന്നത്? പക്ഷെ എനിക്ക് തോന്നുന്നു അവള് സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറിനെ അല്ലേ എപ്പോഴും ടാർഗറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ വിചാരിച്ച് അത് എപ്പോഴും എല്ലാ സീസണിലും അങ്ങനെയാ. അതുകൊണ്ട് നമുക്കറിയാം ഇങ്ങനെ വരുള്ളൂ എന്ന് നമുക്ക് നേരത്തെ അറിയാം. കാണുമ്പോ വിഷമോ കാണുമ്പോ അങ്ങനെയല്ലേ സംസാരിക്കാത്തത്. അവർക്ക് പേടിയാ കാണുമ്പോ. പോയപ്പോഴും പറഞ്ഞിരുന്നു, ലൈക്ക് നമ്മൾ അവിടെ ചെന്നപ്പോ പറഞ്ഞു ലാലേട്ടനൊക്കെ എത്രയായാലും ലാലേട്ടൻ വന്നെന്ന് പറയുമ്പോ പേടിയാവും. അപ്പൊ അമ്മ പറയുന്നത് മോളെ സ്നേഹം കണ്ടാ പറയാം. അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് തർക്കിച്ചൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഇതുണ്ട്. അമ്മയ്ക്ക് ഇത് കാണുമ്പോലെ ബിഗ് ബോസ് കാണുമ്പോ അനുമോൾ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അനുമോളുടെ ഈ സ്വഭാവം മാറ്റണം എന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്വഭാവം തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ ഈ കരയണത് കൊണ്ടാണ് അങ്ങനെ കൂടുതൽ തോന്നിയിട്ടുള്ളത്. പിന്നെ കിച്ചണില് ആദ്യം കയറുമായിരുന്നു, അവൾക്ക് തന്നെ ആഗ്രഹം. പിന്നെ നമ്മൾ പോയതിനു ശേഷം പറഞ്ഞു അധികം ഇനി നിക്കണ്ട കിച്ചണില്, അതിനെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നു. അമ്മ ആദ്യം പറയുന്നത് കരയരുതെന്നാണ്. നമ്മളെല്ലാരും പറഞ്ഞു. എന്നിട്ട് പറ്റൂലല്ലോ കൺട്രോൾ ചെയ്യാൻ. എങ്ങനെ കരയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പറ്റില്ല, അവളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയി പോകുന്നതാ. നമ്മള് പറയുമ്പോൾ നമ്മള് പുറത്ത് നമുക്ക് പറയാൻ എളുപ്പമാ, പക്ഷെ ഉള്ളില് അതവിടെ ഇറങ്ങുന്ന ഓരോരുത്തരും പറയാം അവിടെ എത്ര പ്രഷറാണ് അവർക്ക് അതിനകത്തെന്നുള്ളത്. എല്ലാരും പറയുന്നുണ്ട് പുറത്ത് അനുമോൾ ഒരു കുലസ്ത്രീയാണ്. ശരിക്കും എന്താ ചോദിച്ചാൽ കുലസ്ത്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണോ അനുമോൾ? അങ്ങനെയല്ല, നമ്മള് നാട്ടിൻ പുറത്ത് ജീവിച്ച് വന്നതിന്റെ ഒരു ഇത് അവൾക്ക് ആ ഒരു ചെറിയ രീതിയിലുണ്ട്. അല്ലാതെ അവള് എല്ലാ കാര്യത്തിലും ഓക്കെ ആണ്. അങ്ങനെയൊന്നും അല്ല. എല്ലാരെയും അടുപ്പിക്കില്ല, മീൻസ് എല്ലാരും ദേഹത്തോടരുത്, അങ്ങനെ ഒരു എല്ലാരും ഫ്രണ്ട്ലി ആണ്. അവൾക്ക് വേറെ രീതിയിൽ ഇല്ല. അവിടെ പറഞ്ഞിങ്ങനെ ആക്കി എടുത്തതല്ലേ അവൾക്ക് ഒരു പേര്. അവളങ്ങനെ വിളിക്കണ അവൾക്ക് ഇഷ്ടമല്ല. നമ്മൾ സ്റ്റാർ മാച്ചിൽ കണ്ടതാണ് എല്ലാവരും ഭയങ്കര കൂട്ടാണ്, എല്ലാം ചെയ്തു കൊടുക്കുന്ന അവളാണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നെ എപ്പോഴോ ഒരിക്കൽ എന്തോ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത് വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുലസ്ത്രീ എന്നുള്ള പേര് വീണത്. എന്തായിരുന്നു? ആ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നേ പറ്റൂ അങ്ങനെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ, എല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ അങ്ങോട്ടേക്ക് ഒരു 5-6 എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കണം. മണി ബോക്സോ അതിന്റെ കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിയില്ല. പോകാൻ അവസരം വന്നപ്പോഴും നീ എന്ന് പഴയ എപ്പിസോഡ് കാണാൻ പറയും. നമ്മള് തലേദിവസം വരെ ഉൾക്കാടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പോയവരുടെയൊക്കെ വിളിച്ച് ചോദിക്കോ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവിടെ ചെന്ന് ചെയ്യും പോലെ ഇരിക്കും. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയാലും പറ്റില്ല ഒരിക്കലും. 10 ദിവസം അങ്ങനെ നിൽക്കാം. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഫോണിലാണ് നമ്മൾ ഈ കണ്ടോണ്ടിരുന്നത്. ഞാനും മനുവും കൂടെ ആണല്ലോ പോയത്. പിന്നെ നമ്മൾ അവിടെ 2 days നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നും ഒക്കെ ഇങ്ങനെ ഓരോ എപ്പിസോഡ്സ് ഇട്ട് ഇങ്ങനെ കാണുമായിരുന്നു പഴയ ആൾക്കാർ. അതിന്റെ ആവശ്യം ഇല്ല അല്ലേ? കണ്ടിട്ടും കാര്യമല്ലോ. അറിയാൻ പറ്റുള്ളൂ. അതെ, ആക്ച്വലി ബിഗ് ബോസ് കാണാറില്ലായിരുന്നു അനു, അതുകൊണ്ട് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരത്തി. പക്ഷെ അപ്പൊ ഇങ്ങനെ അതിടയ്ക്ക് പറയുന്നതാണ് ഞാൻ നിൽക്കുന്നത്, അവർക്ക് കണ്ടന്റ് കൊടുക്കുന്നതാണ് അതിന്റെ മെയിൻ. ഇല്ല അങ്ങനെ കൊടുക്കാതെ ഉണ്ടാതിരിക്കുന്ന ആളല്ലേ ഔട്ടായി പോകുന്നത്. ഇപ്പോഴും അങ്ങനെ കണ്ടന്റ് കൊടുക്കാതെ വെറുതെ നിന്ന് പോവാൻ തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് എല്ലാവരും കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അനുമോളുടെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ശൈത്യായിരുന്നു. ശൈത്യ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ വരുന്ന ഒരു ഗ്യാങ് എന്ന് പറഞ്ഞ പട്ടായ ഗേൾസ് എന്നൊക്കെ പേര് വന്നിട്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടൊരു ഗ്യാങ് വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടു അവർ തമ്മിൽ ചെറിയ അടിയായി. ഇപ്പൊ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലായി. അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നല്ല സന്തോഷമായിരുന്നു. അതിന് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ നമുക്ക് കണ്ടപ്പോ ഒരു വിഷമം. ശരിക്കും എല്ലാരും പറയുന്നത് അതിലെന്ന് പറയാൻ അനുമോളുടെ പിന്നെ ഇന്ന് കുത്തുകയാണ്,
എന്ന് പറയുന്നത് അങ്ങനെ തോന്നിയോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ പുറത്തിറങ്ങി ഇനി വീണ്ടും അനുമോളും അതിലെ നൂറൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും. ആയിരിക്കും. അവിടെ കഴിഞ്ഞാൽ അവിടെ കളയും. അവൾ അങ്ങനെ ഒരുപാട് അങ്ങ് ഉള്ളിൽ വെച്ചിരിക്കില്ല. ഈ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ആദിലേയും നൂറയും വീട്ടിൽ കയറ്റത്തില്ല എന്ന്. അതുപോലെ നിങ്ങളുണ്ടോ വീട്ടിൽ? അങ്ങനെ ഒരിക്കലും ഞങ്ങളെ വീട്ടിലോട്ട് വരണേന്ന് വിളിച്ചു. നമ്മൾ അവിടെ വെച്ച് അവിടെ പോയപ്പോഴേ നമ്മളെല്ലാം പ്ലാൻ ചെയ്തു, ഇവിടെ എന്റെ വീട്ടിൽ കൂടണം, ഇവിടെ കൂടണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാ പോയത്. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അനീഷും അനുമോളും തമ്മിലുള്ള കോംബോ. ഇല്ല, അനുവിന്റെ ചേട്ടൻ എന്നുള്ള സ്ഥാനത്താ. തന്റെ ചേട്ടൻ എങ്ങനെയായിരുന്നു ചേട്ടൻ എന്നുള്ള അവര് സ്കിറ്റിന് വേണ്ടി. അതെ, ഇവിടെ വെറുതെ തമാശക്ക് അങ്ങോട്ട് അവര് കളി പറയുന്നതൊക്കെ കേട്ടാ. പക്ഷെ കോംബോ ഭയങ്കരമായിട്ട് പുറത്തുള്ളവര് നല്ലപോലെ ആഘോഷിക്കുന്നുണ്ട്. അനീഷിന് നല്ലൊരു കോംബോനെ കിട്ടി. അനീഷിന് നല്ല അനീഷും അങ്ങനെയല്ല, അനു അല്ല. അവര് പരസ്പരം പക്ഷെ പുറത്തുള്ളവരെ അങ്ങനെ ആക്കി എടുക്കുന്നത്. ഇനി ഈവൻ പുറത്ത് പ്രേക്ഷകരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനീഷും അനുമോളും ഒന്നിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അതെ, മേ ബി അവര് പുറത്ത് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു അപ്രോച്ച് വന്നാൽ നിങ്ങൾ സമ്മതിക്കോ? അവളുടെ ഇഷ്ടമല്ലേ, അവളുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്യും. ആദിലയും നൂറയും അനുമോളും പിണങ്ങിയതിന് ശേഷം ആദില ഇങ്ങനെ പറയുന്നുണ്ട് അനുമോൾക്ക് കൂട്ടുകാരൊന്നും ഇല്ല, അനുമോളെ കൂട്ടത്തിൽ കൂട്ട കൊള്ളാത്ത ആളാണ്. അവർ ദേശത്തിന്റെ ഭർത്തായിരിക്കും. അത് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഉറപ്പായിട്ടും. കാരണം ഞാനും ആതിരയും ആണ് അനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കറിയാം അവൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് അവള് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഓരോ ആവശ്യത്തിനും, ഇൻഫാക്ട് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളായാൽ പോലും അവള് നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ലൈക്ക് പ്യുവർ സോൾ ആണ് അവൾ. അവൾക്ക് ഡ്രാമ കാണിക്കാൻ എനിക്ക് അറിയത്തില്ല. ഭയങ്കര ചക്കര തേനെ പാല അങ്ങനെയൊന്നും വിളിക്കാൻ അവൾക്ക് അറിയത്തേ ഇല്ല. അവളുടെ സംസാരം ആ രീതിയാണ്, ഒരു റഫായിട്ട് ആ ഒരു ഇതാണെന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര കെയറിങ് ആണ്, എല്ലാം ആണ്. അപ്പൊ എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. എന്നെ ഇപ്പൊ കാശ് തന്ന് കൊണ്ടുവന്നാണെന്ന് വരെ പറയുന്നുണ്ട്. ഇവർക്ക് അതിന് മുന്നത്തെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം. എന്നെ മെൻഷൻ ചെയ്ത് ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പൊ നോക്കിയാൽ തന്നെ അറിയാം, കുറെ നാൾക്ക് മുന്നേ ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ ഇടുന്നുണ്ട്. ഇപ്പൊ എന്റെ ഇൻസ്റ്റയിലായാലും മനുവിന്റെ ഇൻസ്റ്റയിലായാലും ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പേ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ദാരിദ്ര്യം അവൾക്ക് എന്തായാലും ഇല്ല കൂട്ടുകാരിൽ. കൂട്ടുകാരി എന്ന നിലയിൽ അനുമോള് എങ്ങനെയാണ് അതിലിനോടും നൂറിനോടും നിൽക്കുന്നത് പോലെ തന്നെ ജെന്യൂൻ ആയിട്ടാണോ? ഭയങ്കര ജെന്യൂനാണ്. ലിറ്ററലി അവള് ഭയങ്കര ജെന്യൂനാണ്. ഇപ്പൊ നമ്മളുടെ ഒരു കാര്യമായാൽ പോലും അത് നമ്മൾ കുറച്ചുകൂടെ നന്നാവണം, നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നല്ലോണം ഡ്രസ്സ് ചെയ്യണം. എന്ത് കാര്യത്തിനായാലും അവള് ഇപ്പൊ ചേച്ചി ശരിയായില്ല, ഇങ്ങനെ മുടി വെട്ടിയ ശരിയായില്ല, ഇങ്ങനെ കളർ ചെയ്ത ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോവാൻ ഇറങ്ങ്, അടുത്ത നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കളർ ചെയ്ത്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും അവള് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഭക്ഷണ കാര്യമായാലും അല്ല നമ്മുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യമായാലും എല്ലാ കാര്യത്തിലും ഡയറ്റ് ആയാലും വന്നിട്ട് എന്നെ മിക്കവാറും ചീത്ത വിളിക്കും ഞാൻ അടിച്ചതിന്. അങ്ങനെ എല്ലാ കാര്യത്തിലും അവള് നോക്കാറുണ്ട്. ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. വീട്ടിൽ അനുമോൾ എങ്ങനെയാ? കൊച്ചു കുട്ടികളെ സ്വഭാവം മോനെ വരെ ഉള്ളിട്ട് ഓടിക്കളയും. അവർ രണ്ടുപേരും എപ്പോഴും അടി. കുഞ്ഞു മോന് ഞാൻ പറയും അത് അത്ര പ്രായം നിനക്ക് ഉള്ളുവെന്ന് ഞാൻ ചോദിക്കും. ശരിക്കും അനുമോൾക്ക് എത്ര വയസ്സുണ്ട്? 30 ആയി. അപ്പം കല്യാണം നോക്കുന്നില്ലേ? വന്നിട്ട് എന്തായാലും കാണും. ഒരു 2 വർഷത്തിനുള്ളിൽ നല്ലൊരു വരുവാണ്. എങ്ങനെയുള്ള ചെക്കനെ അനുമോക്ക് നോക്കുന്നത്? ഇഷ്ടങ്ങളുണ്ട്. അങ്ങനെ ഒരാളായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അവളെ നല്ലതായിട്ട് നോക്കണായിരിക്കണം, ടേക്ക് കെയർ ചെയ്യുന്ന ആളായിരിക്കണം, അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ട്. അച്ഛൻ എങ്ങനെയുള്ള മരുമോനെ വേണം? അങ്ങനെ മതിയോ? എന്നാലും അനുമോളുടെ കൺസെപ്റ്റില് ഒരാള് മീൻസ് പലർക്കും ഡൗട്ട് ഉണ്ട് പുറത്ത് അനുമോൾക്ക് കാമുകനുണ്ടോ എന്നുള്ളത്. ശരിക്കും അങ്ങനെ നമ്മൾ ചെയ്ത് നടത്തി കൊടുക്കുമല്ലോ. അതാണെങ്കിൽ നടത്തി കൊടുക്കും. അനുമോൾ ഒരു മറ്റേ അമ്പലവാസി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എപ്പോഴും ഭയങ്കര വെളുപ്പാങ്കാലം 2-3 മണിക്കൊക്കെ എണീറ്റ് പോകുന്നത്. പോകില്ലേ, ഷൂട്ടിന് പോയില്ലേ? അതിന് മുമ്പ് 3 ദിവസം ഉറങ്ങിയിട്ടില്ല പുള്ളി. 3 ദിവസം കണ്ട് അമ്പലത്തിലായിരുന്നു. രാവിലെ 2 മണിക്ക് ഇവിടെ യൂബർ പോകും. പോയിട്ട് ആ സമയത്ത് ലാലേട്ടനെയും കണ്ടായിരുന്നു. എനിക്ക് പറ്റത്തില്ല രാവിലെ എണീക്ക്. ഇവരെയൊക്കെ വിളിച്ചു നിർത്തി 2:30 മണിക്ക് കൊണ്ട് പറ്റത്തില്ല രാവിലെ. വിളിച്ചിട്ട് എല്ലാരും കൂടെ പോകും. പക്ഷെ എന്നെ വിളിച്ചോണ്ട് അമ്മ ഉറങ്ങല്ലെന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങും. അവള് 12-1 മണിയിൽ ഫോൺ നോക്കി കൊടുത്തിട്ട് ഉറങ്ങത്തില്ല. കുളിച്ച് റെഡിയായി 2:30 ആയിട്ട് ഇവരെയും കൊണ്ടുപോകും. അപ്പൊ സത്യത്തിൽ അവക്ക് ഉറക്കൊട്ടുമില്ല. അവള് വന്നിട്ട് കിടന്നുറങ്ങും. അപ്പൊ ചേച്ചിയുടെ ഓപ്പോസിറ്റ് ആണ് അനുമോള്. നിങ്ങൾ രണ്ടുപേരും ഞാന് പഠിക്കുക, ജോലി ചെയ്യുക, അങ്ങനെ ഒരു ഇതില്. അവള് നേരെ ആക്ടിങ് ഫീൽഡ്, ഡാൻസ്, അങ്ങനെ നേരെ 2 അങ്ങനെയാണ്.
നിങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അനുമോൾക്ക് ആക്ടിങ് ഫീൽഡിലേക്ക് ആദ്യം നമുക്ക് ഇതിൽ പോയപ്പോഴത്തേക്കും വലിയ ഹസ്ബൻഡാണ് എന്റെ ഹസ്ബൻഡാണ് ചാൻസ് കൊടുത്തത്. പക്ഷെ നമുക്കറിയാം നമ്മള് നാട്ടും പ്രദേശത്തല്ലേ, അപ്പൊ ആദ്യം ഇതിനകത്തോട്ട് പോകുമ്പം ചുറ്റുമുള്ളവരും കുറ്റം പറഞ്ഞവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ അവള് അതൊന്നും നോക്കാതെ ഇതുവരെ എത്തി. അവളെ ഒറ്റ കഴിവുകൊണ്ട് ഇങ്ങനെ ദിവസം, കാരണം വെറുതെ ഇരിക്കൂല ആള്. ഓരോ വർക്ക് എവിടെ ചെറിയ വർക്ക് കിട്ടിയാലും തുച്ഛമായ പൈസ ആയാലും പോയി ഇനാഗ്രേഷൻ ആയാൽ പോലും വേറെ ഏത് ജില്ലയായാലും ചെറിയ എമൗണ്ട് ആയാലും അവള് പോകും. അത്രയും പൈസ കിട്ടുമല്ലോ എന്ന് കരുതി ട്രെയിൻ കയറി അല്ലെങ്കിൽ ബസ് കയറി പോകും. സ്വന്തമായിട്ട് തുണി അങ്ങനെ ഇവിടെ വരെ എത്തി. ആദ്യമൊക്കെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു, ഒത്തിരി ഡ്രസ്സ് വേണ്ടേ. അപ്പൊ അവള് ഫാഷൻ ഡിസൈൻ പഠിച്ചിട്ടുണ്ട്. ഡ്രസ്സ് എടുത്ത് യൂട്യൂബ് നോക്കി സ്റ്റിച്ച് ചെയ്യും, നല്ല സാരി തുണിയൊക്കെ എടുത്തിട്ട്. പിന്നെ ഇപ്പോഴും കൊളാബ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, നല്ല ഡ്രസ്സ് ഉണ്ട്. അപ്പോ ഈ അനുമോളാണ് വീട് വെച്ചെന്നൊക്കെ പറഞ്ഞ അനുമോളാണ് അവിടുത്തെ രണ്ടാമത്തെ നില വെച്ചു. ഇവിടെ നമ്മള് എല്ലാവരും കൂടെ ചേർന്ന് ഒരു വീട് ഇവിടെ വെച്ചു. അവിടെ അനുമോള് സ്വന്തമായിട്ട് വീടൊക്കെ വെച്ചു. വീടുണ്ടായിരുന്നു, അതിന്റെ മുകളിൽ ശേഷം അവൾ ഇതിൽ പോയി കിട്ടിയ പൈസ കൊണ്ട് അതിനെ ഒന്നുകൂടി റിനോവേറ്റ് ചെയ്ത് അവൾക്ക് വേണ്ടി ഓരോ മുകളിലെല്ലാം 2 ബെഡ്റൂം ഹാളെല്ലാം നമ്മള് മുകളിൽ അവളെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാനും എല്ലാം. ഇപ്പൊ നമ്മൾ 3 വർഷമായി ഇവിടെ താമസിക്കുന്നത്. ശരിക്കും അച്ഛനും അമ്മയ്ക്കും അനുമോള് ഈ ഒരു ഫീൽഡിൽ എത്തിയത് അല്ലെങ്കിൽ ടിവിയിൽ കാണുമ്പോ അഭിമാനമാണോ? പിന്നെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ അച്ഛനെ നോക്കണം അവളാ, എല്ലാ ഏത് കാര്യവും. വെച്ച് ആൾക്കാർ ചോദിക്കാം. ഇപ്പൊ അതിനകത്ത് പോയതിനു ശേഷം അമ്മ എല്ലാവർക്കും അറിയാം. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇങ്ങോട്ട് മനസ്സിലാവും, ആരാധകരൊക്കെ കൂടി. അമ്മ അവരുടെ ഓട്ടം ചോദിക്കും, ചോദിക്കാറുണ്ട്. പിന്നെ മോക്ക് ഓട്ടേണെന്ന് പറയും. അങ്ങനെ ജെന്യൂനോട്ട് ഒരുപാട് കയറുന്നുണ്ടല്ലേ. പക്ഷെ ഈ PR-ന്റെ പ്രശ്നം വന്നോണ്ടാ നമുക്ക് ഇറങ്ങി ചോദിക്കാം. ക്യാൻവാസിന് ഇറങ്ങാനാ നമ്മൾ ബന്ധുക്കളുടെ ആയാലും ഫ്രണ്ട്സിന്റെ നമ്മൾ അറിയാന്നുള്ളവർക്ക് അറിയാം അമ്മ അതിൽ അത്രയൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ ശരിക്കും നമ്മളെ ബിഗ് ബോസ് ഹൗസിൽ അനുമോളെക്കാളും ഫേമസ് ആയത് നമ്മുടെ പ്ലാച്ചി ആയിരുന്നു. പ്ലാച്ചി വീട്ടിലുണ്ടായിരുന്നതാണോ? ചേച്ചിക്ക് അറിയാം കഥ. ഞാനും അനുവും കൂടെ കുറച്ചുനാൾ മുന്നേ ഒരു വർഷത്തിന് ആയി കാണും. ഞങ്ങൾ പോയപ്പോ വാങ്ങിച്ചതാണ് ഈ പ്ലാച്ചി എന്ന് പറയുന്നത്, ചൈൽഡ് പ്ലസിന്ന് മേടിച്ചതാണ് ഈ പ്ലാച്ചി എന്ന് പറയുന്നത് ഡോള്. പക്ഷെ പലരും പറയുന്ന കേട്ടോ അവിടെ നിന്ന് കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവർ ഏഷ്യാനെറ്റിൽ തന്നെ പറഞ്ഞു നിങ്ങൾ എപ്പോഴും ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പ്ലാച്ചിനെ കൊണ്ടുപോയത്. പ്ലാച്ചിയാണ് ഇപ്പൊ ഫെമിലിയർ ആയത്, യൂസ് ചെയ്യുന്നില്ല. കൂടോത്രം ചെയ്ത് കൊടുത്തുട്ടെന്നാ പറയണേ. പ്ലാച്ചിനെ കൊണ്ട് നടത്തിട്ട് അതൊക്കെ ചുമ്മാ അവർക്ക് എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? അവിടെ ഇത്രയും വരെ എത്രയും പിടിച്ചു നിൽക്കണമെങ്കിലേ കണ്ടന്റ് കൊടുക്കണ്ടേ? അല്ല, ആള് പൊതുവെ ഭയങ്കര ബബ്ലി നേച്ചർ ആണ്. ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ കൂടിയാലും എനിക്ക് കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അവള് നമുക്ക് ഇഷ്ടമാണ് അവള് വരുന്നത്, കാരണം അവളെ അവിടെ ഭയങ്കരമായിട്ട് സംസാരിച്ച് നല്ല വൈബാക്കും. അതുകൊണ്ട് തന്നെയാണ് അതുപോലെ അവൾ അവിടെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിപ്പോ ഇവിടെ ആയാലും അവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു എല്ലാരും പറയുന്നത് ഡ്രാമയാണ്, എല്ലാരും കാണിക്കാനായിട്ട് കുട്ടികളെ പോലെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ആൾക്കാർക്ക് അറിഞ്ഞില്ലല്ലോ അവളെ ക്യാരക്ടർ അറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇടയ്ക്ക് ഷിയാസ്ക വന്നപ്പോ പ്ലാച്ചിനടുത്ത് പുറത്തറിയുന്നുണ്ടായിരുന്നു. പ്ലാച്ചിനെ അറിഞ്ഞ പ്രശ്നമായോ അമ്മയ്ക്ക്? എനിക്ക് തോന്നി അതെടുത്ത് കുറച്ചുകൂടെ അവളെ ഗെയിം മാറ്റാനാണ് ഷിയാസ് അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ അങ്ങ് ഇപ്പൊ ഉപയോഗിക്കുന്നില്ലല്ലോ അത്. അവർക്ക് മനസ്സിലായി പിന്നെ അത് ഉപയോഗിച്ചാലുള്ള പ്രശ്നം. പിന്നീട് വന്നിട്ട് മോക്കൊരു സസ്പെൻഷൻ കൊടുത്ത് എറിഞ്ഞു കൊടുത്തൊരു ആൾ വരാണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു. പക്ഷെ അതിനുശേഷം അവൾ അധികം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അനുമോള് ബിഗ് ബോസ് വിന്നറായി തിരിച്ചു വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് പ്ലാൻ എന്താ? നല്ല ഫുഡ് കൊടുക്കണം, അതാണ് മെയിൻ. നേരെ അടുക്കളയിൽ കയറ്റാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി കിച്ചണില് കുക്കിങ്ങിനായിട്ട് അതിനാഗ്രഹം ഇവിടെ ഇല്ല അവക്ക്, സമയമില്ല അവക്ക്. ഒന്നാമത്തെ കാര്യം സമയമില്ലാത്തത്. എന്നാലും ആഗ്രഹമില്ലേ? ഉണ്ട്. എനിക്കുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴും പറഞ്ഞു ഇത്രയും നന്നായിട്ട് കുക്കിംഗ് നമ്മൾ അറിയണമല്ലോ, അവിടെ ചെയ്തിട്ടുണ്ട് ആള്. അതൊക്കെ അപ്പം ഉറക്കമാണ് ഫസ്റ്റ് പ്ലാൻ. ഉറക്കം. അതിനുശേഷം ഒരു ബിഗ് ബോസിന് ഫണ്ട് കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ അവളല്ലേ ഡിസൈഡ്. എന്നാലും അനുമോളെ പേഴ്സണലി ഭയങ്കരമായിട്ട് അറിയാവുന്ന ആൾക്കാരല്ലേ. അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പക്ഷെ താല്പര്യമില്ല. ചെയ്താലും അത് സക്സസ് ആവും എന്നുള്ള പേടിയുണ്ട് അച്ഛന്. ഉള്ളത് കൊണ്ട് അങ്ങ് പോവാന്ന് അച്ഛൻ പറയണേ. 4th സ്റ്റേജ് എന്താ ചെയ്ത് കഴിഞ്ഞാലേ ചിലപ്പോ സക്സസ് ആവൂല. ഉള്ളത് കൂടി അഡ്ജസ്റ്റ് പോകുന്നുണ്ട്. ഇനി അവിടെ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം റെസ്റ്റ്, പിന്നെ ശരിക്കും എന്താ പറ്റിയ അച്ഛന്? അത് ജോലി അങ്ങനെ ഉള്ള പ്രശ്നം ചെയ്യണം. നല്ല 4th സ്റ്റേജ് ആയി, ഒട്ടുമില്ല. ഓക്കെ അല്ല. അപ്പൊ എനിവേ നമ്മൾ കുറെ നേരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ആഗ്രഹം ബിഗ് ബോസ് കപ്പടിച്ച് തിരിച്ചു വരണം. എയർപോർട്ടിൽ ഒരു വൻ ആരവം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. കപ്പടിച്ച് വരുമ്പോ നമുക്ക് വീണ്ടും കാണാം. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. Thank you. ശരി.